കൊല്ലം കോർപ്പറേഷനിലേക്ക് ബിജെപിയുടെ ഒരു മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്നു. ഹലോ 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 കൊല്ലം കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകൻ ചാണകമെറിഞ്ഞു എന്നതാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ. പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നു, പോലീസ് തടയുന്നു. കണ്ണൻ നായർ, കണ്ണൻ കേൾക്കാമോ? എന്തിന്റെ പ്രതിഷേധമാണിത്? കൊല്ലം കോർപ്പറേഷനിലെ മാലിന്യ സംസ്കരണം അമ്പെ പരാജയപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ടാണ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ബി.ജെ.പി. പ്രവർത്തകരുടെ മാർച്ചിനെ തുടർന്ന് അവിടെ കോർപ്പറേഷൻ ഓഫീസിനെ ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ പ്രവർത്തകരെ തടഞ്ഞിരുന്നു. എന്നാൽ ബാരിക്കേഡ് തകർത്ത് സമീപത്തുള്ള മതിലും ചാടിക്കടന്ന് വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആൾക്കാർ അകത്തേക്ക് കയറുകയാണ്. കോർപ്പറേഷൻ കൗൺസിലർ അടക്കമുള്ള ആൾക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് വി രാജേഷ് അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഈ കോർപ്പറേഷൻ ഉള്ളിലേക്ക് ചാടിക്കടന്നത്. ആ കോർപ്പറേഷൻ സമീപത്തേക്ക് എത്തിയത്. കോർപ്പറേഷനിലേക്ക് ബി.ജെ.പി. പ്രവർത്തകർ ചാണകം എറിയുകയും ചെയ്തു. വലിയ സംഘർഷപരമായിട്ടുള്ള അന്തരീക്ഷമാണ്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ആ ബാരിക്കേഡ് മറികടക്കുകയും അതുപോലെ തന്നെ സമീപത്തെ ഒരു SBIയുടെ ബാങ്കിന് ശാഖയുണ്ട്. ആ ശാഖയുടെ മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ കോർപ്പറേഷൻ അടുത്തേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ബി.ജെ.പിയുടെ കൗൺസിലർമാരടക്കമുള്ള ആൾക്കാരെ, കൗൺസിലർ ശൈലജ അടക്കമുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ബി.ജെ.പിയുടെ വെസ്റ്റ് മണ്ഡലം ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ആൾക്കാരുണ്ട്. വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ഇവിടേക്ക് മതിൽ ചാടിക്കടന്ന് എത്തിയത്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ കൊല്ലം കോർപ്പറേഷന്റെ മുന്നിൽ കാണുന്നത്. ഇടപെടലും ഉണ്ടായില്ലേ ഇതിൽ? ഭാഗത്ത് നിന്ന് മാലിന്യ സംസ്കരണത്തിന് ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. പല സ്ഥലങ്ങളിലും കോർപ്പറേഷൻ ഡിവിഷനിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല. കോർപ്പറേഷനിൽ പലകുറി പരാതി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മേയറോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എന്നിട്ട് പോലും അവർ അത് പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആരോപണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പ്രവർത്തകർ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിലടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടേക്ക് തള്ളിക്കയറാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ, പ്രശാന്ത് അടക്കമുള്ള ആൾക്കാർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇപ്പോഴും പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയും കൊല്ലം ACP ഷെരീഫിന്റെ അതുപോലെ തന്നെ കൊല്ലം ഈസ്റ്റ് CI അൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് വി രാജേഷിന്റെ നേതൃത്വത്തിൽ വി രാജേഷാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി തീരുമാനിച്ചത്. ഇപ്പോൾ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് നമ്മളൊപ്പം ചേരുന്നു. എന്താണ് ഇതിനൊരു സംഘർഷത്തിലേക്ക് പോകാൻ കഴിയും? ഈ കൊല്ലം നഗരം മൂക്കുപൊത്താതെ നടക്കാൻ കഴിയാത്ത സാഹചര്യം. ആ സാഹചര്യത്തിലാണ് കൊല്ലം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ 6 കൗൺസിലർമാർ ചേർന്നിട്ട് മാലിന്യം മേയർക്ക് സമർപ്പിക്കുന്നു. ഇതിനൊരു മാറ്റം വേണം. കാലാകാലങ്ങളായി കോർപ്പറേഷന് കിട്ടേണ്ട ഫണ്ടുകൾ അട്ടിമറിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം അടക്കം വി രാജേഷ് അടക്കമുള്ള സംസ്ഥാന നേതാവ് വി രാജേഷ് അടക്കമുള്ള ആൾക്കാരുണ്ട്. മാലിന്യ സംസ്കരണം അടക്കം അടക്കേണ്ട ഫണ്ടുകൾ വകമാറ്റി ചെലവുകൊണ്ട് കൊല്ലം നിവാസികളുടെ യാത്ര ദുരിതപൂർണമാകുന്നു. തീർത്തും ഗതികേടിന്റെ സാഹചര്യത്തിൽ ബി.ജെ.പി. വളരെ സമാധാനപരമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സമരത്തെ ബോധപൂർവം ഏതാണ്ട് 200 മീറ്റർ അകലെ എന്താണിത്, പോലീസ് രാജാണോ അല്ലെങ്കിൽ പോലീസിന്റെ നിരോധാജ്ഞയുണ്ടോ? ഞങ്ങൾ വളരെ സമാധാനപരമായി ഇത് മേയർക്ക് സമർപ്പിക്കാമെന്നാണ്. അപ്പോൾ പോലീസ് വളരെ ബലപ്രയോഗം നടത്തി ഞങ്ങളുടെ പ്രവർത്തകന്മാരെ അടിക്കുന്നു. മൃഗീയമായ മർദ്ദന മുറകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, തീർച്ചയായും കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ കുറേ കാലമായി CPM ഭരിച്ച് ഇവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളെ, ജനകീയ പ്രശ്നങ്ങളെ ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാതെ വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ മാലിന്യ പ്രശ്നം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള കൊല്ലം പട്ടണം മാലിന്യ കൂമ്പാരമായി മാറി. ഇന്നിപ്പോൾ ബി.ജെ.പിയുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യ മേയർക്ക് സമർപ്പിക്കുന്ന ഒരു സമരപരിപാടി സംഘടിപ്പിച്ചു. 200 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് CPM പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയാണ്. വനിതാ കൗൺസിലർ ശ്രീമതി ശൈലജയെ അവരെ കാൽ വലിച്ചിഴച്ച് സമാധാനപരമായി വന്ന പ്രകടനത്തിൽ വന്ന കൗൺസിലറെ വലിച്ചിഴച്ച് വാഹനത്തിലേക്ക് കയറ്റി. അപ്പോൾ
കൊല്ലം കോർപ്പറേഷനിലെ പ്രശ്നങ്ങളൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ പാടില്ല. അതിൽ സമരം വേണ്ട. ഞങ്ങൾ പ്രസംഗം പോലും തുടങ്ങിയില്ല. അതിനിടയ്ക്ക് പോലീസ് മർദ്ദിക്കുകയാണ്. പോലീസ് ലാത്തിയുമായിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും ഇതിന് ചുറ്റും നിൽക്കുന്ന പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് മർദ്ദിക്കുകയാണ്. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ CPM-ന്റെ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വനിതാ കൗൺസിലർമാരെ പുരുഷ പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഞങ്ങളുടെ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകും. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് ദിവിഷ്, അതായത് ഇവിടുത്തെ ഒരു ചാക്കിനകത്ത് മാലിന്യവുമായി എത്തി മാലിന്യം ഈ കോർപ്പറേഷനുള്ളിലേക്ക് കളയാൻ വേണ്ടി ശ്രമിച്ചതാണ്. അത് പോലീസ് ഇടപെട്ട് തടയുകയാണ്. നേരത്തെ ചാക്കിൽ ചാണകവും കയറ്റിക്കൊണ്ടുവന്ന കോർപ്പറേഷൻ ഉള്ളിലേക്ക് എറിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒന്നും തള്ളലാണ്. കൊല്ലം ACP അടക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ട്. 3 SHO-മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും പ്രവർത്തകർ ശാന്തരാവാൻ തയ്യാറാകുന്നില്ല. വലിയ കൊടിയ അഴിമതിയാണ് കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്നത്. മാലിന്യ സംസ്കരണം ഒരിടത്തും നടക്കുന്നില്ല എന്നുള്ളത് ആരോപണമാണ്. ഇപ്പോൾ കോർപ്പറേഷൻ മുന്നിലെ റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പ്രവർത്തകരെ അന്വയിപ്പിക്കാൻ വേണ്ടി കൊല്ലം ESCA അനിൽകുമാറിനെയും അതുപോലെ തന്നെ കൊല്ലം ACP S ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിക്കുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. കൂടുതൽ പ്രവർത്തകർ ഈ കോർപ്പറേഷൻ മുന്നിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നേരത്തെ ആ കോർപ്പറേഷന്റെ ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ ആ ബാരിക്കേഡിന്റെ ഒരു ഭാഗം തകർത്തുകൊണ്ടാണ് പ്രവർത്തകർ ഇങ്ങോട്ട് വന്നത്. അതിന് സമീപത്ത് ഒരു SBIയുടെ ശാഖയുണ്ട്. ആ ശാഖയുടെ മതിൽ ചാടിക്കടന്നുകൊണ്ട് പ്രവർത്തകർ ഇവിടേക്ക് എത്തി. വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നേരത്തെ VV രാജേഷ് സൂചിപ്പിച്ചതുപോലെ കൊടിയ അഴിമതി നടക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. മാലിന്യ പ്രശ്നത്തിന്റെ പേരിലാണ് കൊല്ലത്ത് BJP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. കോർപ്പറേഷനിലേക്ക് ചാണകം വലിച്ചെറിഞ്ഞു എന്നാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. തുടർന്ന് സംഘർഷം ഉണ്ടായി.